സ്പെയിനിലെ ലാക്രോണ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേട്ടോ ഞാനൊരു ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ വളരെയധികം ഭംഗിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ വീഡിയോ ആവുക കാരണം കൊണ്ട് എനിക്ക് എല്ലാം കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് പോർഷൻ മാത്രം ഇതിനകത്ത് ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സലിഡ എന്ന് പറഞ്ഞ വഴി എന്നാണ് കേട്ടോ. എക്സിറ്റ് എന്നാണ് അർത്ഥം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഒരു ആണിനെയും ഒരു പെണ്ണിനെയും എങ്ങനെയാണ് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത്, അങ്ങനെ രണ്ട് പ്രതിമകളാണ് കേട്ടോ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു മനുഷ്യനും നമുക്കതൊന്ന് നമ്മുടെ സംസ്കാരത്തിനേക്കാളൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരു സംസ്കാരമാണ് ഇവിടെയുള്ളത്. കാരണം തുണിയില്ലാതെ നടക്കാമെന്നല്ല കേട്ടോ ഇവിടുത്തെ സംസ്കാരം. പക്ഷെ ഒരു സ്ത്രീയെയും പുരുഷനെയും ചില ആളുകൾ പല രീതിയിലുള്ള പല പ്രശ്നങ്ങളും സമൂഹത്തിൽ നടക്കുന്നില്ലേ, അപ്പം അതിൻ്റെയൊക്കെ എന്തോ ഒരു പ്രതികരിക്കുന്ന എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു സ്റ്റാച്ചു അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും എനിക്കത് കണ്ടപ്പോൾ നാണക്കേടൊക്കെ തോന്നിയെങ്കിലും അത് പൊതുവേ ആളുകളൊക്കെ അതിനെ ഒരു പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഒരു പെണ്ണിൻ്റെ നഗ്നതയും ഒരു ആണിൻ്റെ നഗ്നതയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾക്കിടയിൽ എന്തോ ഒരു നെഗറ്റീവാണോ പോസിറ്റീവാണോ ഒരു സന്ദേശം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കത് വലിയ അർത്ഥമൊന്നും അതിനകത്ത് തോന്നിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ നടക്കുകയാണ് അതിൻ്റെ സൈഡിൽ കൂടെ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് മാംഗോ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. അതായത് യു കെ കൺട്രീസിൽ ഒട്ടുമിക്ക ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് സെൻറ്റർ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ് മാംഗോ എന്ന് പറഞ്ഞ ഷോപ്പിനകത്ത് കിട്ടുന്നത് കേട്ടോ. മാംഗോ, സാറ എന്നൊക്കെ പറഞ്ഞാൽ UK കൺട്രീസിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള വളരെയധികം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പാണ്. പിന്നെ ഇന്ന് സൺഡേ ആയിരുന്നു ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ തെരുവോര കച്ചവടക്കാർ ഒട്ടുമിക്കവരുണ്ട് കേട്ടോ. ഇത് പിന്നെ യൂറോപ്യൻ മാർക്കറ്റ് ഒരു ഷോപ്പാണ്. അവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റാണ്. അവിടെ അത്യാവശ്യം സൺഡേ വരണ്ട് ക്ലോസ് ചെയ്താണ്ട് കൂടുതലൊന്നും എനിക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫുട്ബോൾ നടക്കുന്നതുകൊണ്ട് വഴിയോരത്തിലെല്ലാം ഇങ്ങനെ ജേഴ്സി വിൽക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മൊബൈൽ ആക്സസറീസ് കിട്ടുന്നൊരു കടയിൽ കയറി എനിക്കൊരു സാധനം മേടിക്കണമായിരുന്നു. പക്ഷെ ഞാനത് വില കൂടുതലാവാറുണ്ട്, അത് വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഞാൻ കണ്ടില്ലേ കയ്യിൽ ഇങ്ങനെ ഇത് കെട്ടുന്നത്, നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് വിദേശികളുടെ കയ്യിലൊക്കെ ഇങ്ങനെ. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, പല നിറത്തിലുള്ളത്. പിന്നെ ഒരു ഷോപ്പ്, ഒരു ബണ്ണിൻ്റെ ഒക്കെ ഒരു ഷോപ്പ്, മധുരത്തിൽ കിട്ടുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളത്. പിന്നെ കോങ് മാർക്കറ്റ് എന്ന് പറഞ്ഞു, പക്ഷേ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് സൺഡേ ആകാനുണ്ട്. പിന്നെ അങ്ങോട്ട് നിൽക്കൊണ്ട് നോക്കിയാലൊക്കെ പലതരത്തിലുള്ള സ്ട്രീറ്റുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് ഷോപ്പുകളും കുറേ ആളുകളൊക്കെ ആയിട്ട്. സൺഡേ പോകാനുണ്ട്, ഒത്തിരി ആളുകളൊന്നുമില്ല, വളരെ കുറവാണ് ആളുകൾ. എന്നാലും കുറച്ച് ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആർക്കും എവിടെ നോക്കിയാലും ഒരു ചേട്ടനോ ചേച്ചിക്കോ എല്ലാവർക്കും ഒരു പട്ടിക്കുഞ്ഞ് എപ്പോഴും കാണും കേട്ടോ. അപ്പോൾ അത് കുഞ്ഞു പിള്ളേർ പോലെ വാശി പിടിക്കുന്ന പോലെ എന്തോ വാങ്ങണം എന്ന് പറയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ആ ചേച്ചിയൊക്കെ നടന്നു പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷൂ മേടിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ ആ ഷോപ്പ് നോക്കുമ്പോൾ ആ ഷോപ്പും ക്ലോസ് ചെയ്ത്. ഇതൊരു മീറ്റിൻ്റെ ഒരു കടയാണ്, ഒരു ഇറച്ചി വിൽക്കുന്നൊരു കടയാണ് കേട്ടോ. പക്ഷെ വളരെയധികം സേഫായിട്ടാണ് അവർ വിൽക്കുന്നത്.